വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഴുവൻ സ്കിപ്പ് ചെയ്ത് കേൾക്കണം. ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് ജാമ്യമില്ല വകുപ്പുള്ള കേസാണ്. സ്വത്തുക്കളെല്ലാം അറ്റാച്ച് ചെയ്യാൻ വകുപ്പുള്ളതാണ്. പക്ഷെ പോലീസ് ഇന്നേ വരെ അബ്ദുൾ മൻസൂറിനെയോ ഈ തട്ടിപ്പിന് കൂട്ടുപിടിച്ച മതപണ്ഡിതന്മാരെയോ തൊട്ടിട്ടില്ല. അനേകം കേസുകൾ ഉണ്ടായിട്ടും പോലീസ് മെല്ലെപ്പോക്ക് നടത്തുന്നത് ഉന്നത സ്വാധീനമുള്ളത് കൊണ്ട് മാത്രമാണ്. പാവപ്പെട്ട മനുഷ്യർ മുതലാളികളുടെ വീട്ടിൽ കയറി കഞ്ഞി വെച്ച് കുടിച്ചിട്ടും പോലീസിന് അനക്കമില്ല. ഇതിനിടയിൽ സുപ്രധാനമായ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നു. ഈ തട്ടിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് എന്നതാണ്. 2023 ഡിസംബർ മാസം 1-ാം തീയതി കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് സ്വർണ്ണക്കടയല്ല, നിക്ഷേപ തട്ടിപ്പാണ്, മണി ലോണ്ടറിംഗ് ആണ്, അതുകൊണ്ട് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് അൽ മുക്താദിർ തട്ടിപ്പ് നടത്തുന്നതെന്ന്. അതിനുശേഷം 2 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അൽ മുക്താദിർ തട്ടിപ്പ് ആരംഭിച്ചതേ ഉള്ളൂ. വളരെ കുറച്ചു പേർക്ക് മാത്രമേ പണം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാമായിരുന്നു. പിന്നീടാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം 1-ാം പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് ഈ തട്ടിപ്പുകാർ അരങ്ങുവാണിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന്റെ തെളിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് എത്തേണ്ടടുത്ത് എത്താതിരുന്നതും നടപടി ഉണ്ടാവാതിരുന്നതും. According to my inquiry, the following facts have come to light. The Al Muqtadir Jewelry is owned and operated by a person named Mansoor Abdul Salam. The company accepts deposit in the form in cash checks and in gold. In each of these scenarios, the depositor received both a deed and a blank check as security upon deposit. The deed are named as Swarnabharana Vilpana Mooladhana Karar. The monthly guaranteed amount was also mentioned in the deed. Copy of the aforementioned deed is also attaching along with this report. അതായത് ഇവർ ആളുകളിൽ നിന്ന് പണമായും ചെക്കായും സ്വർണ്ണമായും വാങ്ങുന്നു. 20% ലാഭം കൊടുക്കാമെന്ന് പറയുന്നു. ഓരോ മാസവും മിനിമം കിട്ടുന്ന തുക എന്താണെന്ന് പറയുന്നു. The deeds are not registered under any law for the time being. Hence it is assumed that there are some ulterior motives. ഇത് ഒരിടത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് തട്ടിപ്പാണെന്ന് സംശയിക്കുന്നു. It has 2 malicious intentions: to evade income tax authorities and avoid the transactions. അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ വെട്ടിക്കുക, ട്രാൻസാക്ഷൻസ് ഒഴിവാക്കുക. ഡയറക്റ്റ് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഈസ് entered in the deed as gold. Thereby they can show the gold stock as they will. സ്വർണം ഡിപ്പോസിറ്റ് വാങ്ങിയിട്ട് അത് സ്റ്റോക്ക് ആയി കാണിക്കും. Therefore there is a suspicion that some illegal or smuggled gold is included in their inventory. ഇവരെ കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന സ്വർണവും ഇവരുടെ ഇൻവെന്ററിയിൽ ഉൾപ്പെടുത്തിയെന്ന് സംശയിക്കുന്നു. The investigation reveals that they accept deposit under the guise of profit sharing, give out astronomical interest rate. ഇവർ തട്ടിപ്പ് നടത്തുകയാണ് വലിയ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട്. This is a blatant violation of the Buds Act. All these activities are crimes under section 3 and 5 of the Buds Act and should be investigated. ഇത് Buds Actന്റെ ലംഘനമാണ്. ഇന്ന വകുപ്പുകൾ അനുസരിച്ച് അന്വേഷിക്കണം. Since the amount in the deed was listed as a capital share, there appears to have been a prima facie violation of SEBI guidelines and standards. സെബിയുടെ നിയമവും ലംഘിക്കുന്നു. At the moment there is a suspicion that they have amassed over 100 crores from the area. If it is not looked into right away, it could turn into a big swindle. A thorough investigation is necessary to determine how to substantiate sum of money collected as deposit has been utilized, because lion's share of the deposit was collected as cash and accounted as gold. ഞാനതിന് മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തട്ടിപ്പാണെന്നും 100 കോടിയിലധികം രൂപ ശേഖരിച്ചിരിക്കുന്നെന്നും ഇവരിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തട്ടിപ്പായി മാറുമെന്നും അന്വേഷണം നടത്തണമെന്നും മുഴുവൻ നിയമവിരുദ്ധമാണെന്നും കള്ളക്കടത്തുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂഴ്ത്തി. മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് അനന്തര നടപടി തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. അതായത് 3 വർഷം മുമ്പ് മുഖ്യമന്ത്രി ഓഫീസ് ഇടപെട്ടിരുന്നെങ്കിൽ 100 കോടി നിൽക്കേണ്ട തട്ടിപ്പ് ഇപ്പോൾ 2000 കോടിയിലധികമായി വളർന്നു. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും വിഹിതം കിട്ടാതെ അവർ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമോ?